ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമ്മളിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി ടാറ്റയുടെ പുതിയ കർവ് EV എന്ന് പറയുന്ന ഒരു കൂപ്പെ SUV പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഇതിൻ്റെ ഇലക്ട്രിക് വേർഷനാണ് അവരൊരു കോൺസെപ്റ്റ് പോലെ കാണിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ സ്പൈഡ് ഇമേജസ് ഒക്കെ കണ്ടു. ഈ വണ്ടിയുടെ പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് അങ്ങനെ ഇഷ്ടം പോലെ വേർഷൻസ് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഫൈനലി ടാറ്റ അതിൻ്റെ ഒരു 95 to 98% എന്ന് പറയും. കാരണം ഓൾമോസ്റ്റ് മാക്സിമം പ്രൊഡക്ഷൻ സ്പെക് വേർഷനാണ് അവർ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഭാരത് മൊബിലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഷോയിൽ കാണിച്ചിരിക്കുന്നത്. അത് 2023 നമുക്ക് ഡൽഹി ഓട്ടോ എക്സ്പോ നടന്നായിരുന്നു. ഇത് അതുപോലത്തെ വേറെ അതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണെന്ന് പറയാം. എന്തായാലും അതിൽ ടാറ്റ വാഹനം കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കാണുന്ന സമയത്ത് ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് പുതിയ നെക്സോൺ എന്താണോ കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് കണക്റ്റഡ് ആയിട്ടുള്ള DRLs കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് DRLs ആക്ച്വലി നെക്സോണിൻ്റെ EVയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹാരിയർ, സഫാരി ഇതിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അവർ കണക്റ്റഡ് DRLs കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ടാറ്റയുടെ വണ്ടികളും കാണുന്ന സെയിം ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. LED പ്രൊജക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ LED ഫോഗ് ലാംപ്സ് ഉണ്ട്. ഫുള്ളി LED ലൈറ്റിംഗ് സെറ്റപ്പ് ആണ്. സീക്വൻഷ്യൽ സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നടുവിൽ ഞാൻ പറഞ്ഞല്ലോ കണക്റ്റഡ് LED DRLs കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ അവർ അത്യാവശ്യം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്ത് നമുക്കൊരു സിൽവർ ടിപ്പ് പോലത്തെ ഒരു സംഭവം അവൈലബിൾ ആണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ പുതിയ സിഗ്നേച്ചർ വണ്ടികളൊക്കെ, അതായത് ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ഫോമാറ്റ് ഫോളോ ചെയ്യുന്ന മറ്റൊരു വണ്ടി എന്ന് വേണമെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ വണ്ടിയെ പറ്റി പറയാം. പക്ഷേ സൈഡിലേക്ക് വരുമ്പം കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചധികം വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന SUVകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവും. ആൻഡ് ബാക്കിൽ ഒരു പെട്ടി പോലെയൊക്കെ ഇരിക്കും. ഇപ്പോഴത്തെ ക്രോസ് ഓവേഴ്സ് പെട്ടി പോലെ അങ്ങനെ ഇരിക്കാറില്ല. എന്നാൽ പോലും കൈൻഡ് ഓഫ് ഒരു ടിപ്പിക്കൽ SUV ഡിസൈൻ എന്ന് പറയുമ്പം അങ്ങനെയാണ്. പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ സ്ലോപ്പിംഗ് റൂഫ് ലൈനാണ് വരുന്നത്. അതും ചെറിയ സ്ലോപ്പിംഗ് അല്ല. നെക്സോണിലൊക്കെ കണ്ട പോലെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. കൂപ്പെ ലൈക്ക് ഡിസൈൻ ഫോമാറ്റിലാണ് ഈ ഒരു വാഹനം ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കാണുമ്പം ഒരു എന്താ പറയുന്നത് സെഡാൻ പോലെയൊക്കെ തോന്നും. പക്ഷേ ശരിക്കും ഇത് സെഡാൻ അല്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്തായാലും 200 mm മുകളിൽ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാണും. എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പം ഇത്തിരി വേണമെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയ്ക്കായിരുന്നു എന്ന് തോന്നി. കാരണം അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻസ് കുറച്ചുകൊണ്ട് നന്നായാണ്. കാരണം ഇപ്പോൾ ഈ വണ്ടി കുറച്ചധികം മുകളിൽ ഇങ്ങനെ റൺ ചെയ്യുന്ന പോലെ ഉണ്ട്. ഈവൻ ദോ ഇതിൽ 18 ഇഞ്ച് അലോയ് വീൽസ് അവർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അത് കാണുമ്പോൾ അങ്ങനെ 18 ഇഞ്ചായിട്ടൊന്നും തോന്നുന്നില്ല. അതാണൊരു പ്രശ്നം. അത് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര മുകളിലായതുകൊണ്ടും വീലാർച്ചും അതുപോലെ തന്നെ നമ്മുടെ അതായത് മുകളിലത്തെ പോർഷനും ടയറും തമ്മിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസും ഉണ്ട്. അത് അവർ ആ വീൽ ക്ലാഡിംഗ് ഒക്കെ വെച്ച് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും എന്തോ അവിടെ എനിക്ക് അത്ര ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. നമ്മൾ XUV 700 കണ്ട പോലെ. ബാക്കി ORVMs ഒക്കെ സെയിം ആണ്. ഡോറിൻ്റെ ഒക്കെ ഡിസൈനും നമ്മൾ നെക്സോണിൽ കണ്ടതുപോലെയൊക്കെ തന്നെ ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, നെക്സോണിൻ്റെ സെയിം X1 പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇതിന് ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ നെക്സോണിൻ്റെയും ഹാരിയറിൻ്റെയും നടുവിലായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത് 4308 mm ലെങ്ത് ഉണ്ട്, 1810 mm വിഡ്ത്ത് ഉണ്ട്, 1630 mm ഹൈറ്റ് ഉണ്ട്. ഈവൻ വീൽ ബേസ് ആണെങ്കിൽ തന്നെ 2560 mm ഉണ്ട്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണെന്ന് പറയാം. ഡീസൻ്റ് അല്ല, നമ്മളിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ക്രെറ്റ, സെൽട്ടോസ് ഇതുപോലുള്ള വണ്ടികളുമായിട്ട് സിമിലർ ആണെന്ന് പറയാം. ടാറ്റയ്ക്ക് ഏതായാലും ഈ പറഞ്ഞ വണ്ടികളുടെയൊക്കെ റൈവലായിട്ടൊരു വണ്ടി ഇല്ലായിരുന്നു. ഇപ്പോൾ ഫൈനലി അങ്ങനെ ആ വണ്ടി വന്നിരിക്കുകയാണ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ടാറ്റയുടെ മറ്റുള്ള വണ്ടികളിൽ കാണാത്ത രീതിയിലുള്ളൊരു ഡിസൈൻ കാണാമെന്ന് പറയാം. കാരണം കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ടൈൽ ലാംപ്സ് ആണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട് നെക്സോണിലും ഹാരിയറിലും ഒക്കെ. പക്ഷേ എന്നാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ സ്ലിക്കായിട്ടുള്ള ടൈൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലങ്ങനെ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല. അതായത് വളരെ തിന്നാണ് ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ്. അതുമാത്രമല്ല താഴേക്ക് വരികയാണെങ്കിൽ അവിടെ റിഫ്ലക്റ്റർ, അതുപോലെ തന്നെ ബാക്കിലത്തെ റിവേഴ്സ് ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് പിന്നെ നമുക്ക് താഴത്തെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ആൻഡ് ലൈസൻസ് പ്ലേറ്റിൻ്റെ ഏരിയ മൊത്തം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ റിയർ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. കർവിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കർവ് എന്ന് പറയുന്ന പേര് കൺഫേം ആയെന്ന് എനിക്കറിയില്ല. കുറച്ച് പേരൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് കർവ് എന്ന് പറഞ്ഞ പേര് തന്നെയായിരിക്കും ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ സ്പെക് മോഡൽ വരുമ്പം അതിൻ്റെ അകത്തും വരാൻ പോകുന്നതാണ്. ടാറ്റയുടെ ടിപ്പിക്കൽ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ അതല്ല കണ്ടിട്ടുള്ളത്. അവർ കോൺസെപ്റ്റ് മോഡലിന് ഒരു പേരിട്ട് കഴിഞ്ഞാൽ റിയൽ വണ്ടി, അതായത് പ്രൊഡക്ഷൻ സ്പെക് വണ്ടി വരുമ്പം വേറെ പേര് വരും എന്ന്. പക്ഷേ എന്നാൽ ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ആവില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കാരണം അധികം വൈകാതെ തന്നെ ഈ വണ്ടി ഇറങ്ങും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ മനസ്സിലായി കാണുമല്ലോ എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ. ഇനി ഇൻറ്റീരിയർ അവരിതുവരെ കാണിച്ചിട്ടില്ല. അതായത് ഒഫീഷ്യലി ഇപ്പം ഈ ഓട്ടോ എക്സ്പോയിലാണെങ്കിൽ പോലും ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഇതുവരെ വന്ന സ്പൈ ഷോട്ട്സ് വെച്ചും അതുപോലെ തന്നെ അവർ കൺഫേം ചെയ്ത ഫീച്ചേഴ്സ് വെച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നെക്സോണിലുള്ള ഫീച്ചേഴ്സും അതിന് പുറമെ വേറെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നെക്സോണിലുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ പുതിയ 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണോ അതോ 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഓട്ടോ AC ഉണ്ടാവും. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പാനറോമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ വരും എന്ന് പറയുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. കാരണം ഈ സെഗ്മെൻറ്റിൽ ക്രെറ്റയിലും സെൽട്ടോസിലും ആസ്റ്ററിലും പിന്നെ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ തുടങ്ങിയ വണ്ടികളിലൊക്കെ ഉള്ളൊരു ഫീച്ചറാണ്. ആൻഡ് ഇതിലേക്കും കൂടെ വരുമ്പോഴേക്കും ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ പോയിൻ്റ് ആവും അത്.
പിന്നെ ഇതിൻ്റെ അകത്ത് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, അതുപോലെ ഡ്രൈവർ സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ടാറ്റ ഒരു രീതിയിലും ഈ വാഹനത്തിൽ കോസ്റ്റ് കട്ടിങ് നടത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. വെന്റിലേറ്റഡ് സീറ്റ്സും വയർലെസ് ചാർജിങ് അതും ഒക്കെ ഉണ്ടാവും. അതിപ്പോഴത്തെ നമ്മൾ ലേറ്റസ്റ്റ് ടാറ്റ വണ്ടികൾ കാണുന്നതാണല്ലോ. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അവർ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല, എല്ലാം നന്നായിട്ട് കൊടുക്കും. അതായത് ഒരു ഹ്യുണ്ടായി ലെവലിലേക്ക് ടാറ്റ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയും. ഈവൻ ഈ വാഹനത്തിൽ ADAS ഉണ്ടാവും, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ വരികയാണെങ്കിൽ ഒരു നല്ല ഫീച്ചർ ലോഡറായിട്ടുള്ള വാഹനമാണ് ഇതെന്ന് യാതൊരു സംശയമില്ലാതെ പറയും. ഈവൻ നമ്മുടെ ക്രെറ്റയായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത് സെൽറ്റോസിലും അതുപോലെ ക്രെറ്റയിലുമാണ്. സെൽറ്റോസിലാണ് ഏറ്റവും കൂടുതലുള്ളത്, അതിൻ്റെ താഴെ പിന്നെ ക്രെറ്റ, പിന്നെ അത് കഴിഞ്ഞ് മറ്റുള്ള വണ്ടികളൊക്കെ വരും. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും എന്ന കാര്യം ടാറ്റ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. 115 PS പവറും അതുപോലെ 260 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. എന്തായാലും ഓട്ടോമാറ്റിക് ഇല്ലാത്തതാണ് നല്ലത്, കാരണം ഉണ്ടെങ്കിൽ തന്നെ 6 സ്പീഡ് AMT ആയിരിക്കും. അത് നെക്സോണിലുള്ള സെയിം, അത് ആക്ച്വലി പവറൊക്കെ സെയിം നെക്സോണിലുള്ളത് പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. BS 6.2 കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്, അതിപ്പം സംശയമില്ലല്ലോ. പിന്നെ പെട്രോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടാറ്റയുടെ 2023 കാണിച്ച പുതിയ 1.2 ലിറ്റർ ടർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ, അതായത് TGDI ടെക്നോളജി ഉപയോഗിക്കുന്ന പെട്രോൾ എഞ്ചിൻ ആണ് ഈ വാഹനത്തിൽ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതിപ്പോഴും ടാറ്റ ഓട്ടോ എക്സ്പോയിലൊന്നും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ അവർ പണ്ട് 2023 ഓട്ടോ എക്സ്പോയിൽ പറഞ്ഞത് ഞങ്ങൾ കർവിറക്കുന്ന സമയത്തായിരിക്കും പുതിയ എഞ്ചിൻ ഇവിടെ ഡെബ്യൂ ചെയ്യാൻ പോകുന്നതാണ്. കാരണം ആ സമയത്ത് അവരത് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വണ്ടികളിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ നെക്സോൺ ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1.2 പുതിയ TGDI കൊടുക്കായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വണ്ടികളിലും TGDI ടെക്നോളജി തന്നെയാണ് വരുന്നത്. ടാറ്റയുടെ 1.2 ടർബോ ഇപ്പോഴും മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതായത് MPFI ടെക്നോളജി ഉപയോഗിച്ചാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പവറിൻ്റെ ഷോർട്ടേജ് ഒക്കെ ചില പർട്ടിക്കുലർ RPM കുറവായിട്ട് തോന്നും. അതുപോലെ മൈലേജ് ടർബോ എഞ്ചിൻസിൽ പ്രത്യേകിച്ച് കുറച്ചധികം കുറവായിട്ട് തോന്നും. പക്ഷേ എന്നാൽ TGDI എഞ്ചിൻസ് വരുമ്പോഴേക്കും ആ ഒരു പ്രശ്നം സോൾവ് ആവും. 125 PS പവറും 230 ന്യൂട്ടൺ മീറ്റേഴ്സ് 225 ന്യൂട്ടൺ മീറ്റേഴ്സിന് അടുത്ത് ടോർക്കും ഈ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു 1.5 ലിറ്റർ വേരിയൻറ്റ് ഇതിൻ്റെ നമ്മുടെ ഹാരിയറിലും സഫാരിയിലും ഒക്കെ വരും. ഈ 1.2 3 സിലിണ്ടർ ആണ്, പക്ഷേ 1.5 ആക്ച്വലി 4 സിലിണ്ടർ ആണ്. കർവിൽ അത് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അത് അത്യാവശ്യം പവർഫുൾ ആണ്. 170 bhp അതുപോലെ 280 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു പുതിയ TGDI എഞ്ചിനാണ് അത് മിക്കവാറും 2024 പകുതി അല്ലെങ്കിൽ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഹാരിയർ സഫാരിയിലൊക്കെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് അവർ ആക്ച്വലി 2023 എഞ്ചിൻ ഡെബ്യൂ ചെയ്ത്. ഇനിയിപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കാതെ ലോഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ടാറ്റ ഇലക്ട്രിക് വണ്ടികളുടെ കേസിലൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ കർവിൻ്റെയും ഇലക്ട്രിക് വരും. കുറേ റൂമേഴ്സ് വരുന്നുണ്ട്, ആദ്യം കർവിൻ്റെ ഇലക്ട്രിക് വന്നിട്ട് ആയിരിക്കും പിന്നെ ഇതിൻ്റെ പെട്രോൾ ഡീസലൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ചിലവർ പറയുന്നുണ്ട് ആദ്യം പെട്രോൾ ഡീസൽ വന്നിട്ടായിരിക്കും പിന്നെ ഇലക്ട്രിക് വരുന്നതെന്നൊക്കെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇതിൽ ഏതാദ്യം വന്നാലും ഒരു മാസത്തിന് ഡിഫറൻസേ മാക്സിമം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് ആദ്യം വരികയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പെട്രോളും ഡീസലും കാണാൻ പറ്റും. ഈവൻ ഇലക്ട്രിക് അല്ല പെട്രോളും ഡീസലാണ് ആദ്യം വരുന്നതെങ്കിൽ അതും ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ, അതായത് ഒരു മാസത്തിന് ശേഷം തന്നെ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക് മോഡൽസും കാണാൻ പറ്റും. അതുകൊണ്ട് ഏതാദ്യം വന്നാലും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. 4-5 മാസത്തിൻ്റെ വ്യത്യാസമൊന്നും അവിടെ തീർച്ചയായും ഉണ്ടാവില്ല. അത് നമ്മൾ നെക്സോൺ ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇറങ്ങിയപ്പോൾ കണ്ടതാണ്. ആദ്യം പെട്രോൾ ഡീസൽ ഇറക്കി, ഈ വിത്തിൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ അതിൻ്റെ ഇലക്ട്രിക് ഇറക്കി. കർവ് ഇലക്ട്രിക്കിനെ പറ്റി ജസ്റ്റ് പറയുകയാണെങ്കിൽ ടാറ്റയുടെ ആക്റ്റീവ് അല്ലെങ്കിൽ Active.EV പ്ലാറ്റ്ഫോമിലായിരിക്കും ഇത് ബേസ് ചെയ്ത് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 40 kWh മോഡൽ 45 to 50 ഇടയിൽ സൈസ് പ്രതീക്ഷിക്കാം. ബാറ്ററിക്ക് കറക്റ്റ് സൈസും പവറും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും 500 കിലോമീറ്റേഴ്സിനടുത്തെങ്കിലും ക്ലെയിംഡ് റേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഗൈസ് ടാറ്റയുടെ പുതിയ കർവ് EV. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.